കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം യേശുവിനൊരു നാഥൻ ഉണ്ടെങ്കിൽ അതുമാത്രമല്ല, യേശു പല സന്ദർഭങ്ങളിൽ ദുആ ചെയ്യുന്നുണ്ട്, വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യേശു ദൈവമാണെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ ഒരു ചിന്തയാണ് പിന്നീട് ക്രൈസ്തവ മതത്തിന് ഒരു 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 കൃത്യമായ ഒരു ദിശയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അതിൻ്റെ മുകളിലൊരു ശക്തി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം കുറേ കാലം നിരീശ്വരവാദ ബോധത്തിലേക്ക് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മാസങ്ങളോളം പിന്നെ ഈശ്വരനില്ല എന്നാണ്. കാരണം ഓരോന്നൊക്കെ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിനൊക്കെ ബോധ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫെയിലിയർ ആകുമ്പോൾ നമ്മൾ ഒന്ന് എത്തുന്നൊരു പതനം നിരീശ്വരവാദമാണല്ലോ. അങ്ങനെ നിരീശ്വര ബോധത്തിലേക്ക് മനസ്സ് കടന്ന് ദൈവമില്ല എന്നൊരു ചിന്തയിലേക്ക് വന്നു. അങ്ങനെ കുറേ കാലം ഈശ്വരനില്ല എന്ന് പറഞ്ഞ് നടന്നു. പക്ഷേ എത്ര നടന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശക്തി ഇങ്ങനെ വിളിച്ചിങ്ങനെ ഉണർത്തും. ആ ശക്തിയാണ് ശരിക്കും നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു ഒഴുക്ക് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ആ ശക്തിനെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിളി വന്നു. കാരണം ഒരു ശക്തി ഉണ്ടെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരോ പറയുന്നത് പോലെ മന്ത്രിക്കുന്ന പോലെ ഉള്ളിലേക്ക് ഒരു ബോധം വന്നു. അപ്പോൾ വീണ്ടും ഈശ്വരനെ കണ്ടെത്താനുള്ള പരിശ്രമം തുടങ്ങി. അപ്പം ഞാനിങ്ങനെ വിട്ടുപോയ മതം, ഇനി ഏത് മതമാണ് പഠിക്കാനുള്ളത് എന്ന് തോന്നിയപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ഇസ്ലാം മതമാണ്. അങ്ങനെ ഇസ്ലാം മതം പഠിക്കണമെന്ന് മനസ്സിലാഗ്രഹം വന്നു. പക്ഷേ ഒരു പേടിയുണ്ടായിരുന്നു. നമുക്ക് ഈ മാധ്യമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിനെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കിക്കൊണ്ടൊരു അവസ്ഥയാണ്. സത്യത്തിൽ അതൊന്നും അല്ല കേട്ടോ ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതം തന്നെയാണ്. നമുക്ക് കറക്റ്റ് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് തുടക്കത്തിൽ ഞാൻ പേടിച്ചിരുന്നെങ്കിലും പിന്നീട് ഞാൻ അന്വേഷിച്ചത് ഒരു ശരിയായ ഗുരുവിനെ കാണണം. ഈ ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് പഠിക്കാൻ പറ്റുക. അപ്പോൾ ആരായിരിക്കും ശരിയായ ഗുരു? അപ്പോൾ അതിനെക്കുറിച്ചുള്ള